ഇത് പല സെക്ടറിനെയും ബാധിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക്. ഈ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, ഈ പ്ലാസ്റ്റിക് ക്രൂഡ് ഓയിലിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ്. ക്രൂഡ് ഓയിൽ ഉപയോഗിച്ചിട്ടാണ് പ്ലാസ്റ്റിക് നിർമ്മിക്കുന്നത്. ഈ പെട്രോ കെമിക്കൽ കമ്പനിയാണ് പ്ലാസ്റ്റിക് നിർമ്മിക്കുന്നത്. ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ സപ്ലൈയിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ വിലയിൽ മാറ്റം വരും. ഇപ്പോൾ എവിടെ നോക്കിയാലും പ്ലാസ്റ്റിക് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ഭക്ഷണം വാങ്ങാൻ പോയി, ഒരു ഹോട്ടലിൽ നിന്ന് ഒരു ഫുഡ് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ആ ഫുഡ് കണ്ടെയ്നർ പ്ലാസ്റ്റിക്കാണ്. ഒരു വെള്ളം വാങ്ങി കുടിച്ചു കഴിഞ്ഞാൽ ബോട്ടിൽ വാട്ടർ പ്ലാസ്റ്റിക്കാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ, ലാപ്ടോപ്പ്, ക്യാമറ, ഫ്രിഡ്ജ്, അങ്ങനെയുള്ള ഇലക്ട്രോണിക് സാധനങ്ങളിലും പ്ലാസ്റ്റിക് ഉണ്ട്. അപ്പോൾ എവിടെയാണ് പ്ലാസ്റ്റിക് ഇല്ലാത്തത് എന്ന് ചോദിക്കുക ഒന്നും കൂടി എളുപ്പം. ഇപ്പോൾ ഒരു ബോട്ടിൽ വാട്ടറിൻ്റെ കാര്യമുണ്ടല്ലോ, ബോട്ടിൽ വാട്ടറിൻ്റെ ബോട്ടിലിന് ഏകദേശം 2 രൂപയാണ്. ഇപ്പോൾ ഈ ഒരു ക്രൂഡ് ഓയിൽ സപ്ലൈയിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ ഈ 2 രൂപ എന്നുള്ളത് 3 രൂപയാവാം, അതിലും കൂടാം. അപ്പോൾ അവസാനം അത് ആര് പേ ചെയ്യേണ്ടി വരും? അത് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് നമ്മൾ പേ ചെയ്യേണ്ട അവസ്ഥയാവും.